നമ്മളെന്ത് ചെയ്യരുത്? നമുക്ക് കിട്ടുന്ന അറിവുകൾ, അവർ നമുക്ക് തരുന്ന അറിവുകൾ, അവർ നമുക്ക് തരുന്ന സ്വാതന്ത്ര്യങ്ങൾ, അത് അവർക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല, നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഒരു സാധനം ഇങ്ങനെ കറക്റ്റ് ചെയ്യുമ്പം ആ സ്ക്രൂ ഡ്രൈവർ അല്ലല്ലോ ആ വ്യക്തി അത് കയ്യിൽ പിടിക്കുന്നു, അത് വെച്ച് ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഒരിക്കലും നമ്മളോട് പ്രീച്ച് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് അവർ പറയുന്ന അതേ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഇതാക്കരുത്. അത് നമ്മുടെ ലൈഫിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയുള്ളിടത്തോളം. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഒരുപാട് വ്യക്തികളിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വ്യക്തികളിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്വാധീനമാണ് അതിലൂടെ കിട്ടേണ്ടത്, അതാണ് കിട്ടേണ്ടത്. മനസ്സിലായില്ലേ? അതാണ് മനുഷ്യരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക. ഒരിക്കലും ഇത്തരം വ്യക്തികളെക്കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കരുത്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊന്നും കേൾക്കാനുള്ള ഒരവസരം എനിക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും എവിടെയെങ്കിലുമൊക്കെ കേൾക്കുമ്പം അത് ഞാൻ നോക്കേണ്ടത് അത് എന്നിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എന്നിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒരിക്കലും നമ്മൾ ഇതുപോലുള്ള കൗൺസിലർമാരോ അതുപോലെ നമ്മൾ പ്രീച്ച് ചെയ്യുന്ന ആത്മീയ ആചാര്യന്മാരോ അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കണ്ട. നമ്മളെ ജീവിതത്തിൽ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അവരൊക്കെ കാരണം ഒരുപാട് ആൾക്കാർക്ക് പ്രചോദനങ്ങൾ ലഭിക്കുകയും ഒരുപാട് ആൾക്കാർ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടാവും. ആ മാറ്റങ്ങളാണ് അതിൻ്റെ റിസൾട്ട്. മനസ്സിലായില്ലേ? ഓക്കെ, ബൈ.